ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കേട്ട വരികളായിരിക്കാം. എന്താ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. എന്താണ് പറഞ്ഞത്? എത്ര അപകടകരമായ ഗൗരവമായ വാക്കാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ മൗലിദ് കിതാബുകളിലൂടെ ഇവർ ചൊല്ലുകയും ആളുകളെ കൊണ്ട് ചൊല്ലിക്കുകയും ചെയ്യുന്ന വചനങ്ങളാ. എന്താ? ഇർതകബ്തു അലൽ ഖതാ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിൻ്റെ മുകളിൽ ഞാനിതാ ഒരു തെറ്റിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ, തിന്മയുടെ വാഹനത്തിൻ്റെ മുകളിൽ ഞാനിതാ കയറിയിരിക്കുന്നു നബിയേ. ഗൈറ ഹസരിൻ വഅദാദ്, അതിനെണ്ണമില്ല വണ്ണമില്ല, അത്രയേറെ തെറ്റുകൾ ഞാനിതാ ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. എന്താണ് ഈ ബൈത്തുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്? ലക അഷ്കൂ ഫീഹി യാ, അള്ളാഹുവിനോടല്ല പരാതി ബോധിപ്പിക്കുന്നത്, അള്ളാഹുവിനോടല്ല ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്നത്. പകരം സയ്യിദി ഖൈറുൻ നബി എന്ന് വിളിച്ചുകൊണ്ട് ആ പ്രവാചകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. ഇതിനെ പ്രാർത്ഥന എന്നല്ലാതെ എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ആരാണ് ഈ പാപങ്ങൾ പുറത്തു തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിക്കൊണ്ട് തേടേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരിക, അല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. എന്താണ് പറഞ്ഞത്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, അവർ ഒരു തിന്മ പ്രവർത്തിച്ചു പോയാൽ, ഒരു ഫാഹിശത്ത് അവർ ചെയ്തു പോയാൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അവർ അക്രമം ചെയ്തു പോയാൽ, എന്താണ് അവർ ചെയ്യുന്നത്? ഏതെങ്കിലും അമ്പിയാക്കളെയോ ശുഹദാക്കളെയോ ഓർക്കുകയാണോ? അല്ല, അവിടെ അവരെയാണോ സ്മരിക്കുന്നത്? അല്ല, മറിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ ആരെയാണോ അവിടെ സ്മരിക്കുന്നത്? ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവരായിരിക്കും അവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു പ്രത്യേക ആഘോഷമായി കൊണ്ടാടുന്ന മൗലിദുൻ നബി, അതിനെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടു. അതുപോലെ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ ഭൂരിഭാഗം പള്ളികളിലും ഈ മൗലിദാഘോഷം കൊണ്ടാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൗലിദ് പാരായണം എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ഈ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മൗലിദ് കിതാബിൽ നമുക്ക് കാണാം, ഖുർആന്റെ നസ്സിന് തന്നെ എതിരായി കൊണ്ടുവന്ന ചില കാര്യങ്ങൾ, ചില എഴുത്തുകൾ, ചില വാചകങ്ങൾ. പ്രിയമുള്ളവരെ, ഈ മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ആ ഒരു കിതാബിൽ അത് തുടങ്ങുന്നത് തന്നെ വൈരുദ്ധ്യം കൊണ്ടാണ് എന്നുള്ളതാ. എന്താണ് അതിൽ പറഞ്ഞു വെക്കുന്നത്? ഫൗലിദ ബിവജ്ഹി അഖ്ജല ഖമറൻ വഫർഖദ. അതിൽ പറഞ്ഞു വെക്കുന്നത് എന്താ? ചന്ദ്രനെയും ധ്രുവനക്ഷത്രയെയും നാണിപ്പിക്കും വിധത്തിൽ ഒരു മഹത്തായ മുഖത്തോടുകൂടി ആ പ്രവാചകൻ ജനിക്കപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം വഫ്തഖറ ബികൗനിഹി വാലിദാ. എന്നിട്ട് പറയാണ് ഈ മൗലിദ് കിതാബിലൂടെ, അറിയുക, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യാൻ വേണ്ടി ഇടയാളനാക്കിയവരാണവർ. ആരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൗബ ചെയ്തത് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞു തരുന്നത്? എങ്ങനെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്? താൻ ചെയ്തു പോയ തെറ്റിന് എങ്ങനെയാണ്
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറയാണ്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിച്ച ഏറ്റെടുത്ത ചില വാക്കുകൾ, ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നത്. എന്നിട്ട് പറയാണ് ആയത്ത്, ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്ന് ഖുർആൻ. പ്രിയമുള്ളവരെ, എത്ര വലിയ വൈരുദ്ധ്യമാണ് ഈ മൗലിദ് കിതാബിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, വസ്തഗാസ ബിഹി നൂഹുൻ അലൈഹിസ്സലാം ഫനജ്ജി മിനർ റദാ. എന്താണ് പറഞ്ഞു വെച്ചത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തിയിട്ടുണ്ട് പോലും. അത് കാരണമായിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഈ മൗലിദ് കിതാബിൽ ഇവർ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന് മുകളിലല്ലല്ലോ പ്രിയമുള്ളവരെ ഈ മൗലിദ് കിതാബ് ഇരിക്കുന്നത്. അതിനേക്കാൾ വലിയ സ്ഥാനം നമ്മൾ ഈ മൗലിദ് കിതാബിന് കൊടുക്കുന്നില്ലല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരാണ്, ഖാലൂ ലഇൻ ലം തൻതഹി യാ നൂഹ് ലതകൂനന്ന മിനൽ മർജൂമീൻ. സൂറത്തു ശുഅറായിലൂടെ പറയാം, എന്താ? ആ നൂഹ് നബി തൻ്റെ പ്രബോധനവുമായി കൊണ്ട് തൻ്റെ ജനതയിലേക്ക് കടന്നു കയറിയപ്പോൾ, തൻ്റെ ജനതയിലേക്ക് കടന്നു ചെന്നപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് കൊണ്ട് അത് പ്രബോധനം ചെയ്യുവാൻ, അതാ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ചെന്നപ്പോൾ ആ ആളുകൾ പറഞ്ഞത് എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഇനിയും നൂഹേ, നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞാട്ടുന്നതാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഏതെങ്കിലും ഷെയ്ഖന്മാരെയോ ഏതെങ്കിലും അമ്പിയാക്കളെയോ ഏതെങ്കിലും ഔലിയാക്കളെയോ തപസ്സുലാക്കിക്കൊണ്ടാണോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഖാല റബ്ബി ഇന്ന ഖൗമീ കദ്ദബൂൻ. എന്നെ ഇതാ എൻ്റെ ജനത കളവാക്കിയിരിക്കുകയാണ്. ഫഫ്തഹ് ബൈനി വ ബൈനഹും ഫത്ഹാ. ഒരു തുറന്ന തീരുമാനം അല്ലാഹുവേ നീ ഞങ്ങളുടെ ഇടയിൽ എടുക്കണമേ. വമൻ മഅയ മിനൽ മുഅ്മിനീൻ വനജ്ജി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായിക്കൊണ്ട് എൻ്റെ കൂടെ ചേർന്നവരുണ്ടല്ലോ അല്ലാഹ്, അവരെയും എന്നെയും ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുകയാണ്. എങ്ങനെ? ഫഅൻജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. ആ നിറക്കപ്പെട്ട കപ്പൽ, ആ കപ്പലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്നിച്ച് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മൗലിദ് കിതാബിൽ പറഞ്ഞു വെച്ചത് എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിക്കൊണ്ട് ഒരു ഇടയാളത്തേട്ടം നടത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന തൗഹീദ് എന്താണ്? അതാണ് വ്യക്തമായ തൗഹീദ് എന്ന് മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ മൗലിദ് കിതാബുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ആളുകൾ, ഈ പൗരോഹിത്യം ഈ പാമര ജനങ്ങളോട് ചൊല്ലാൻ കൽപ്പിക്കുന്ന വരികളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കേട്ട വരികളായിരിക്കാം. എന്താ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസരിൻ വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് പറഞ്ഞത്? എത്ര അപകടകരമായ ഗൗരവമായ വാക്കാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ മൗലിദ് കിതാബുകളിലൂടെ ഇവർ ചൊല്ലുകയും ആളുകളെ കൊണ്ട് ചൊല്ലിക്കുകയും ചെയ്യുന്ന വചനങ്ങളാ. എന്താ? ഇർതകബ്തു അലൽ ഖതാ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിൻ്റെ മുകളിൽ ഞാനിതാ ഒരു തെറ്റിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ, തിന്മയുടെ വാഹനത്തിൻ്റെ മുകളിൽ ഞാനിതാ കയറിയിരിക്കുന്നു നബിയേ. ഗൈറ ഹസരിൻ വഅദാദ്, അതിനെണ്ണമില്ല വണ്ണമില്ല, അത്രയേറെ തെറ്റുകൾ ഞാനിതാ ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാ, ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് ഈ ബൈത്തുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്? ലക അഷ്കൂ ഫീഹി യാ, അള്ളാഹുവിനോടല്ല പരാതി ബോധിപ്പിക്കുന്നത്, അള്ളാഹുവിനോടല്ല ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്നത്. പകരം സയ്യിദി ഖൈറൻ നബി എന്ന് വിളിച്ചുകൊണ്ട്
ആ പ്രവാചകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. ഇതിനെ പ്രാർത്ഥന എന്നല്ലാതെ എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ആരാണ് ഈ പാപങ്ങൾ പുറത്തു തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിക്കൊണ്ട് തേടേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരിക, അല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. എന്താണ് പറഞ്ഞത്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, അവർ ഒരു തിന്മ പ്രവർത്തിച്ചു പോയാൽ, ഒരു ഫാഹിശത്ത് അവർ ചെയ്തു പോയാൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അവർ അക്രമം ചെയ്തു പോയാൽ എന്താണ് അവർ ചെയ്യുന്നത്? ഏതെങ്കിലും അമ്പിയാക്കളെയോ ശുഹദാക്കളെയോ ഓർക്കുകയാണോ? അല്ല, അവിടെ അവരെയാണോ സ്മരിക്കുന്നത്? അല്ല, മറിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ ആരെയാണോ അവിടെ സ്മരിക്കുന്നത്? ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവരായിരിക്കും അവർ. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. എന്നിട്ട് അവർ അല്ലാഹുവിനോട് ആ തെറ്റുകൾക്ക് പാപമോചനം തേടുകയും, എന്നിട്ട് ഖുർആന്റെ ഒരു ചോദ്യം, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരെങ്കിലും പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ള അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യം. പ്രിയമുള്ളവരെ, എത്ര ഗൗരവതലമായ ആശയങ്ങളാണ് ഈ വരികൾ ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഈ മൗലിദിൽ, ഈ മങ്കൂസ് മൗലിദിൽ ഇവർ പറഞ്ഞു വെക്കുന്നത്, പാടി വെക്കുന്നത് എന്താണ്? യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അവർ പറയാ, സാദാത്യങ്ങൾക്ക് നേതാവായ നബിയെ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ സമീപം വന്നിരിക്കുന്നത്. അങ്ങയുടെ രക്ഷയെ അഭിലഷിച്ച്, അങ്ങയുടെ സംരക്ഷണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉള്ളവനെ ഇച്ഛാഭംഗത്തോടെ നീ മടക്കരുത്, നിരാശനാക്കി മടക്കരുത്. അങ്ങ് എനിക്ക് അഭയം തരണം. ആരോടാണ് ഈ പറയുന്നത്? വഫാത്തായിക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ? പ്രിയമുള്ളവരെ, ഏറെ ഗൗരവതലത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ പാടി വെക്കുന്നത് നമ്മുടെ നാട്ടിലും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് അതിഗുരുതരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഒരായത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ ബഖറയിലൂടെ, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇബാദത്തുകൾ ആ റബ്ബിന് മാത്രമാക്കണം. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ റബ്ബിനെ. എന്നിട്ട് തുടർന്നുള്ള ആയത്തിലൂടെ ആ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അല്ലാഹുവിന് നിങ്ങൾ നിദ്ദുകളെ ഉണ്ടാക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹു കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് പറയരുത്. അല്ലാഹു കാണുമെന്ന് അതുപോലെ മറ്റുള്ള അമ്പിയാക്കളും ഔലിയാക്കളും മരിച്ചുപോയവർ കാണുമെന്ന് നമ്മൾ പറഞ്ഞുകൂടാ. അവിടെയാണ് അവർ അല്ലാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഈ മൗലിദ് കിതാബ് എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ബിദ്അത്താണ്, ഇത് ചൊല്ലുന്നത് ബിദ്അത്താണ്. കാരണം ഉത്തമ തലമുറയിൽ നിന്ന് നമുക്കിത് കൈമാറി വന്നിട്ടില്ല. 500 വർഷങ്ങൾക്കിപ്പുറം പൊന്നാനിയിൽ നിന്ന് എഴുതപ്പെട്ട ഈ മൗലിദ്, അതാണ് ഇക്കാലം വരെ ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുണ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തമ തലമുറക്കാർ നമുക്കത് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്താണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കിത് വേണ്ട. എന്തുകൊണ്ടാണ് ഇത് വേണ്ടാത്തത്? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാത്ത കഥകൾ പടച്ചുവിടുന്ന ഈ മൗലിദ്, അത് നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതുപോലെ തന്നെ നബിയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മൗലിദ്, അത് നമ്മുടെ ജീവിതത്തിൽ പേറി നടക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിരുവിട്ട മദഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുകൊണ്ട് അതിര് കടന്ന് മദഹ് ചെയ്യുന്ന ഈ മൗലിദ് കിതാബ് പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇത് ബിദ്അത്താണെന്ന് മനസ്സിലാക്കുവാനും ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.